The number you are trying to call is currently not reachable. ഹലോ മാഡം, മാഡത്തേക്ക് ഇത് കാണാൻ പറ്റുമോ? ജിതനോ നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട മാഡം, വേണ്ട മാഡം, ഞാൻ വന്നത് വേറെ കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. എനിക്കത് മുൻപ് പറയാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാൻ തോന്നി. അല്ല മാഡം, ഞാൻ കുറേ തവണ അവളെ വിളിക്കാൻ ട്രൈ ചെയ്ത് ഇച്ചിരി കിട്ടുന്നുമില്ല, കാര്യമൊന്നും അറിയുന്നില്ല, എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒത്തിരി നോക്കി ഞാൻ. ജിതൻ, നിനക്ക് അവളുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? അവളുടെ ഫാമിലിയിലെ അവസ്ഥയൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? എനിക്കറിയാം മാഡം, എല്ലാം അവളിനോട് പറഞ്ഞിട്ടുണ്ടെല്ലാം. പക്ഷെ എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ആകുമെന്ന് പണ്ടാരോണ്ടോ പറഞ്ഞതിൻ്റെ ഒരു പേരിൽ ഇപ്പം. എത്ര കാലം മുമ്പുള്ള കാര്യമാണെങ്കിലും അതവിടെ തന്നെ ഉണ്ടല്ലോ. പറഞ്ഞ വാക്കുകൾ, എടുത്ത തീരുമാനം, അതൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റുമോ? ഇതെല്ലാം എനിക്ക് അറിയാം മാഡം, പക്ഷേ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മേ, ഫുഡായോ അമ്മേ? ഓ, ഇതൊക്കെ ഉള്ളോ? എവിടെ പോകുന്നു? ഞാനിവിടെ വരെ പോകുന്നു. പറ. അല്ല, ഇവിടെ വരെ പോന്നടാ. ഇപ്പം വരാം. ശരി, പോക്കോ. അവനെ കൊണ്ട് പോയാൽ നടക്കത്തൊന്നുമില്ല, മൊത്തം വള്ളിയാകും. പിന്നെ എന്നോട് ദേഷ്യപ്പെട്ടല്ലോ, ഒരാൾ പോവാ. പോകുന്നതിന് നടക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്തായിരുന്നു സാർ? മാഡം, ഞാനിവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു ഒരു 6 മാസം മുമ്പ്. അപ്പം പൈസയും ഞാൻ കൊടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് കോൺടാക്റ്റ് ഒന്നും വന്നില്ല. പിന്നെ എനിക്കൊരു മെസ്സേജ് എൻ്റെ ഫോണിലോട്ട് വന്നത് ഇതായിരുന്നു. ഓക്കെ സാർ, ഞാൻ നോക്കട്ടെ. അതിവിടെ ചെയ്തതായിട്ട് കാണിക്കുന്നില്ലല്ലോ സാർ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ പൈസ വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വിസ വേണം. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല സാർ. ഞാൻ മാനേജറിനോട് ചോദിച്ചിട്ട് പറയാം.
എന്താ ശ്രുതി അവിടെ ഒരു ശബ്ദം കേട്ടത്? മാഡം അവിടെ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, എന്തോ ഇവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്തെന്നോ നമ്മൾ പൈസ പറ്റിച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ്. ശ്രുതി പറഞ്ഞില്ലേ? അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? ഞാൻ ചെക്ക് ചെയ്തിരുന്നു മാഡം, പക്ഷേ അയാൾ ഇവിടെ തന്നെ ചെയ്തതെന്നാ പറഞ്ഞത് മാഡം. അയാളുടെ പേരെന്താന്നാ പറഞ്ഞത്? ജിതിനെന്നോ മറ്റോ. ഒരു കാര്യം ചെയ്യൂ, ശ്രുതി അയാളെ ഇങ്ങോട്ട് വിളിക്കൂ. എന്തായിരുന്നു പേര്? ഇരിക്കൂ. ജിതിൻ. എന്താണെങ്കിലും ഇരിക്കൂ. ഇരിക്കൊന്നും വേണ്ട, ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ പൈസ ഇടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വിസ ഇടണം. എന്നാ അയാൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്? ഒരു 6 മാസം പോലെ അപ്ലൈ ചെയ്താ, പിന്നെ ഇവിടെ ഒരു കോൺടാക്റ്റും വന്നില്ല, ഒന്നും വന്നിട്ടില്ല. പിന്നെ ഒരു മെസ്സേജ് മാത്രമേ ഇങ്ങോട്ട് എൻ്റെ വന്നേ. ഈ സ്റ്റാഫാണോ വാങ്ങിയത്? ഈ സ്റ്റാഫല്ല, വേറെ പുള്ളിയെ മേടിച്ചു. ഇവിടെ വന്നപ്പോൾ ആ പുള്ളി പിന്നെ കണ്ടില്ല. ശ്രുതി, എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? മാഡം ഞാനത് ചെക്ക് ചെയ്തിരുന്നു, പക്ഷെ അത് അപ്ലൈ ചെയ്തതായിട്ട് കാണിക്കുന്നില്ല. ജിതിന് അതിനാണോ ഈ കണ്ട ബഹളമൊക്കെ ഉണ്ടാക്കിയത്? നമുക്ക് ചെക്ക് ചെയ്യാമെന്ന്. എൻ്റെ പൈസ അല്ലേ പോയി, അപ്പോൾ ഞാൻ അല്ലാണ്ട് വേറെ ആലോചിക്കാനാ? അല്ല ജിതിൻ, അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു. എനിവേ സമാധാനമായിട്ടിരിക്കൂ, ഞങ്ങളൊന്ന് അന്വേഷിക്കാം. ശ്രുതി, എല്ലാ പേപ്പേഴ്സും ഒന്നുകൂടി ചെക്ക് ചെയ്യണം, പ്രത്യേകിച്ച് പ്രീവിയസ് ഫയൽസ് ഒന്നുകൂടി നോക്കണം. മാത്രമല്ല ഏത് സ്റ്റാഫാണ് ജിതിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയതെന്ന് നോക്കിയിട്ട് അയാളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സമാധാനമായിട്ട് പൊക്കോളൂ. ദർ വിൽ ബി സം സൊല്യൂഷൻ. എന്നെ കാണിക്കുവാ? കണ്ടില്ലേ? എന്ത്? ഒന്നുമില്ല. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്നാ? എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. നീ ഇങ്ങനെയൊക്കെ നടന്നോ? ഞാൻ പോവാ. ഇരിക്കാം. എനിക്ക് ഞാൻ ഇരിക്കാന്ന്. ഓ തമാശ. ഞാൻ പോവാ, വിസയ്ക്ക് വേണ്ടി പോയെന്ന്. കുറച്ച് സീനുണ്ട്, അത് റെഡിയാവും. നീ ഇങ്ങനെയൊക്കെ നടന്നോ? ഞാൻ പോവാ. ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ടിങ്ങനെ നടന്നു. എന്നെ നോക്കുന്നതന്നെ. താൻ ദുബായിക്കോ? ഞാൻ പോവാ, രക്ഷപ്പെടും. നീ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടന്നു, ഇവിടെ തന്നെ നടന്നു. താൻ കൊടുക്കാനും വേണ്ട, താൻ രാവിലെ തന്നെ കൊണ്ടുപോയില്ലല്ലോ. ഓ, കൊണ്ടുപോകാൻ പറ്റിയ സാധനം കൊണ്ടുപോയി. ഇത് നടക്കത്തില്ലായിരുന്നു. നടക്കത്തില്ലടാ, നിന്റെ ഈ അഹങ്കാരത്തിന് ഒരിക്കലും നടക്കത്തില്ല. ഇയാൾ പിന്നെ വന്നു. വല്ല നടക്കോ? കുറേ നാളായാലും ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. സാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഴുവൻ ചെക്ക് ചെയ്തിരുന്നു, അങ്ങനെ ഒരു അപ്ലൈ ഇവിടെ നടന്നിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 2 ആഴ്ച അവിടെ വരാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പറയുന്നത് വേറെ, നിങ്ങളെ മാനേജർ പറഞ്ഞത് വേറെ ഒന്ന്. ഞാനല്ലല്ലോ അത് ചെയ്തത്. നോക്കിയിട്ട് നിൽക്കുന്ന പറയാലോ, വിളിച്ച് പറയാലോ. ഞാൻ വിളിച്ചായിരുന്നല്ലോ. ആരെ വിളിച്ചു? എന്നെ വിളിച്ചോ? സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, ചൂടാവാതെ. ചൂടാവാതെയൊന്നും. എൻ്റെ പൈസ അല്ലേ പോയത്, നിങ്ങളുടെ പൈസ ഒന്നുമല്ലല്ലോ പോയത്. സാർ 10,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരു എംപ്ലോയി മാത്രമോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ 10,000 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് ചെയ്യുക, അതിപ്പോൾ എനിക്കെന്നാ? സാർ ഞങ്ങൾ മാക്സിമം അത് നോക്കി, ഇവിടെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ വിളിച്ച് പറയാതെ പറഞ്ഞേക്കുന്നത് വിളിച്ച് പറഞ്ഞൂടെ? സാർ ഞാനത് ഇൻഫോം ചെയ്തായിരുന്നല്ലോ. ആ ഇൻഫോം ചെയ്ത് എന്നെ ഇൻഫോം ചെയ്തായിരുന്നു. സാർ ഞാനത് ചെക്ക് ചെയ്തിരുന്നു. അത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. സാർ ഞാൻ മാക്സിമം നോക്കിയതാ, ഞാൻ ചെയ്തത്. എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പോയത്? ഞാൻ മാക്സിമം ചെയ്ത, ഇത് കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ല. എന്താ ഇത് ശ്രുതി? എന്താ ഇത്? മാഡം ഇയാൾ പിന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ അന്ന് വന്നപ്പോൾ നിങ്ങൾ അത് ഇതെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കുറേ ആയി. ജിതിൻ, നിങ്ങളോട് ഈ കുട്ടി കരഞ്ഞു പറഞ്ഞതല്ലേ ഇയാൾ ഓഫീസിലൊക്കെ ചെക്ക് ചെയ്തു, പിന്നെ എന്താ ഇത്? ഈ കുട്ടിയുടെ ആദ്യനോട് ദേഷ്യപ്പെട്ടത്. ഇവരോട് പറയുമ്പോൾ ഇവർക്ക് അതിൽ ഉത്തരവാദിത്തമില്ലെന്ന് ഇവർ പറയുന്നത്. താനിങ്ങനെ വന്ന് ദേഷ്യപ്പെട്ടാലേ പാവം കുട്ടി പേടിക്കില്ലേ? അവൾ പുതിയ സ്റ്റാഫാണെന്ന്. പുതിയ സ്റ്റാഫ് പഴയ സ്റ്റാഫ് എനിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പൈസ പോയത്, എനിക്കത് വേണം. ജിതിൻ, താൻ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ അത് തൻ്റെ ചുമതലയാണ്. അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടോ, അതിൻ്റെ രസീത് തനിക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. അതറിയാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളിവിടെ ഇത്ര ഇങ്ങനെ തുറന്ന് വെച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കറിയാമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തില്ലായിരുന്നോ? മാഡം നമ്മളത് മാക്സിമം ചെക്ക് ചെയ്തിട്ടാണ് ഇയാളുടെ അടുത്ത് നമ്മളത് പറഞ്ഞത്. ഇയാൾ പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അറിയത്തില്ലെങ്കിൽ അറിയാൻ ആരെങ്കിലും പിടിച്ച് ഇവിടെ എടുത്ത് എനിക്ക് എൻ്റെ കാര്യം ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരാം. ലിസൺ, ആ സ്റ്റാഫ് ഇവിടുന്ന് പോയി. താൻ പൈസ കൊണ്ട് കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ആള് അജു, അയാൾ ജോലി റിസൈൻ ചെയ്തിട്ട് ഗൾഫിൽ പോയി. അയാൾ ഗൾഫിൽ എവിടെയെങ്കിലും പോട്ടെ, ഒന്നെങ്കിൽ എനിക്ക് വിസ അല്ല എൻ്റെ പൈസ ഇട്ടണം എനിക്കിവിടെ. ഞാൻ അവിടെ നിന്ന് ഇവിടെ തന്നെ ചേർത്ത് വെച്ച പൈസ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഞാൻ കാര്യം പറഞ്ഞത് ഇയാൾക്ക് മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യും, ശ്രുതി ഇയാൾക്ക് നമ്പർ കൊടുക്കുക. എൻ്റെ കാർഡ് കൂടി വെച്ചോ. ശ്രുതി ഇയാളുടെ നമ്പർ വാങ്ങിക്കുക. ജിതിൻ, ഇനി വിളിച്ചാൽ മതി. താൻ ഓഫീസിൽ വന്ന് ബഹളം വെക്കാൻ വേണ്ടി ഇനി ഇങ്ങനെ വരണ്ട. ഒന്നുകിൽ തനിക്ക് കുട്ടിയെ വിളിക്കാം, അതല്ലെങ്കിൽ എന്നെ വിളിക്കാം. താൻ വിളിക്കാം എന്തായാലും ശ്രുതിയെ.
എന്തായാലും സമാധാനമായിട്ടിരിക്കും. ആ ഓക്കെ. എന്താടാ പോകുന്നില്ലേ? ഓ ഇല്ലടേ. ഇങ്ങനല്ലല്ലോ നീ മുമ്പേ പറഞ്ഞത്. ഓ ഇല്ല. എടാ ജിതിനെ, നിന്റെ പ്രശ്നം എന്താ? നീ എന്നോട് പറ. അവിടെ ഞാൻ വിസരായത്തിൻ്റെ അവിടെ പോയി. അവിടെ ചെന്ന് ഇപ്പോൾ തരാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുക. അവിടെ അവളെ മുള പിടിച്ചൊരു പെണ്ണുണ്ട്. ഓ, അവളാണെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, വിളിക്കുമ്പോൾ ഒക്കെ ദേഷ്യപ്പെടുക. അങ്ങനെയും പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, വിളിക്കണോ? ഞാൻ വിളിക്കാം. നല്ലത്. എന്നാ വിളിക്ക. ഹലോ, എൻ്റെ കാര്യം തന്നെ വല്ല നടക്കുമോ? ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, താൻ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഓഫീസിൽ അന്വേഷിക്കേ. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇത് കുറേ ആയല്ലോ, പൈസ തരാൻ പറ്റില്ല, അതങ്ങ് പറഞ്ഞാൽ പോരെ. ഞാൻ തൻ്റെ പൈസ എടുത്തിട്ടുമില്ല, തന്നെ പൈസ വാങ്ങിയിട്ടുമില്ല. നിങ്ങൾ ആദ്യം ഇതൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങളെ മാനേജറിലേക്ക് അവരോട് സംസാരിച്ചാൽ മതി. എനിക്കറിയില്ല, താൻ ഇനി ഇത് പറഞ്ഞ് എന്നെ വിളിക്കണ്ട. എടാ, അവൾ കട്ട് ചെയ്ത് കളഞ്ഞടാ. ഇന്നാളെ വിളിച്ച് രണ്ടാം പറയേണ്ടുള്ളൂ. അവിടെ നീ വെറുതെ നീ വിളി, നീയും കൂടെ കേൾക്ക്. ഇതിനൊക്കെ ഒരു ഞാൻ ഹലോ മാഡം. ഇതാരാ? ഓ അറിയാത്തവരെ, ഞാൻ ജിതിൻ്റെ ഫ്രണ്ട്. താൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ അയാളോട് പറഞ്ഞതല്ലേ ആ പൈസ എൻ്റെ കയ്യിലില്ലെന്ന്. എനിക്കതുമായിട്ട് ഉത്തരവാദിത്വമില്ലെന്ന് ഞാൻ അയാളോട് പറഞ്ഞതല്ലേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. വലിയ ഗതിയൊന്നും ഇല്ലാത്ത കുടുംബത്തിലേ എന്തെങ്കിലും കാണിച്ച് രക്ഷോട്ട് പോട്ടെ. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ, പിന്നെന്തിനാ കൂട്ടുകാരൻ വിളിക്കുന്നേ? ഞാൻ അയാളോട് ജിതിനോട് പറഞ്ഞതാ ആ പൈസ എൻ്റെ കയ്യിലില്ലെന്നും ആ പൈസ വാങ്ങിയിട്ടില്ലെന്നും ഞാൻ പറഞ്ഞതല്ലേ. മാഡത്തിൻ്റെ സൗണ്ട് കേട്ടറിയാം, നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ഒരാളാണ്. ഒന്ന് ചെയ്ത് കൊടുക്ക്. താൻ ഇനി മേലെ എന്നെ വിളിച്ചു പോയിട്ടില്ല, വെച്ചിട്ട് പോടോ. വളരെ കഷ്ടപ്പെട്ടാണ് അതിനെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. എടാ പോടാ, അതിനെയോ? ഇതൊക്കെ എന്ത്, നീ വാ. ഓ, ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ്. ആരാ മോളെ വിളിച്ചത്? എന്താ പ്രശ്നം? എൻ്റെ അമ്മേ, ഓഫീസിൽ ഒരുത്തം വന്ന് ഭയങ്കര ബഹളം. അയാൾ എന്തോ പാസ്പോർട്ടിന് അപേക്ഷിച്ചെന്നോ അയാളുടെ പൈസ പറ്റിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ഭയങ്കര വിഷയം. എനിക്ക് അറിഞ്ഞൂടാ. അയാൾ കുറേ ചീത്ത വിളിക്കുക, പിന്നെ കൂട്ടുകാരനെ കൊണ്ട് വിളിപ്പിക്കുക. എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ഞാനല്ല പൈസ എടുത്തതെന്ന്. ഞാനത് അറിഞ്ഞിട്ടുമില്ല. അയാൾ എന്നെ ഓഫീസിൽ വന്ന് കണ്ടിട്ടുമില്ല. അയാളിപ്പോൾ ഞാൻ ചെയ്ത പോലൊക്കെ സംസാരിക്കുക. എന്താ ചെയ്യുക? എനിക്കറിയില്ല. ഞാൻ ഓഫീസിൽ മാഡത്തോട് പറഞ്ഞു. മാഡം പറഞ്ഞു ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന്. അയാൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. മോളെ, അവൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ വിളിക്കുകയും വേറെ കൊടുത്തത്. മോളൊക്കെ കാര്യമാക്കണം. മോള് ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യും. ഇതൊന്ന് പറഞ്ഞാ അത് എന്തോ വലിയ അർത്ഥമുള്ള എന്തോ ഒന്നാണ്. നിന്നോടൊക്കെ ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാ താൻ പോയി അറിയാത്തോട് എടാ എടാ അല്ലേ അവളെ നിന്നെ വിളിച്ചത് വഴക്കുണ്ടാക്കിയില്ലേ അവളത്? ഓഹോ, ഓ അവളാണ് ഇവൾ. അവളെ നമ്മളത്രയും പറഞ്ഞില്ല. ഞാൻ പോയി സോറി കേട്ടോ അവളോട്. എടാ പറഞ്ഞേക്കാടാ. അവളുടെ വൈദ്യുതി ഒന്ന് കേട്ടാ ഞാനാ. നീയല്ലേ ചേട്ടാ? ഞാനല്ല. വേണ്ട വേണ്ട വേണ്ട. എടാ ഞാൻ അവളൊന്ന് വിളിച്ചു നോക്കട്ടെ. എനിക്ക് വെളിയിൽ പോയാൽ എന്തെങ്കിലും ഹെൽപ്പായാലോ, കുറച്ച് എളുപ്പം കൂടെ ആയാലോ. ഇങ്ങനെയാണെങ്കിൽ പോകും. ഈ വീടിന് വിളി, അല്ലെങ്കിൽ മെസ്സേജെങ്കിലും ആക്കിയിട്ടേ. ഇതിലേം തൊട്ട് ഇത് നീ ആയിക്കോ. അതെന്നാ ഒറ്റത്തവണ നോക്കാം. എന്തേലും ഞാൻ പോകും. എടാ നീ എവിടെ പോവാ? താൻ അവിടെ പോയില്ല, എന്നോട് പറഞ്ഞിട്ടാണോ പോകും? എവിടെ പോവെന്ന് പറഞ്ഞിട്ട് പോടാ.
ഞാൻ ഒരു ശല്യത്തിനിടയ്ക്ക് അത് മാറട്ടെ. ആ ഇനിയും പറഞ്ഞോ. അത് കുഴപ്പമൊന്നുമില്ല. ആ കേസൊക്കെ ഞാൻ അപ്പം തന്നെ വിട്ടായിരുന്നു. വിഷയമൊന്നുമില്ല അതൊന്നും. അല്ല ഞാനൊന്ന് പറഞ്ഞു തരുന്നായിരുന്നു, കാണാൻ പറ്റുമായിരുന്നു. നിഷ, നീ കണ്ടോ ഇവനെയൊക്കെ? നിനക്കുണ്ടോ ഇതിനൊക്കെ വല്ലവനും? എന്തെങ്കിലും ഒന്ന് പറ. എന്തോ ആടേ? ശ്രുതിയെ കാണാനായിരിക്കുമല്ലയോ? വിസയം ശരിയായി കാണും. ചിലപ്പോൾ നമ്മളിനി കാണത്തില്ലായിരിക്കും. ഓ ചെല്ലു ചെല്ലു. ഓക്കെ ഓക്കെ. ആശത്തിലേക്കാ നിന്റെ പോക്ക്. ഹലോ, ഞാൻ ഇവിടെ വന്നു, കാണുന്നില്ലല്ലോ. കുറച്ച് നാളത്തേക്ക് തന്നെ കൊണ്ട് ശല്യമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞേ? കുറച്ച് നാളത്തേക്ക് ഞാൻ ചോദിക്കത്തൊന്നും ഇല്ലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ ഇഷ്യൂ ആവുമെന്ന് ഒരിക്കലും ഞാൻ ഓർത്തുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ പൈസയും അത്രയും പോയി. പിന്നെ അവിടെ നിന്നപ്പോൾ ഭയങ്കര വിഷയമായി. നിങ്ങളാണെങ്കിൽ ഭയങ്കര റേസ് ചെയ്യാം. അപ്പോൾ എനിക്കും ഒരു ഇതായി പോയി. അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായതാണ്. പൈസയൊക്കെ പോയതുകൊണ്ട് അങ്ങനെ ഒരു ഇങ്ങനെ പറ്റി പോയതാ. ഒരു സോറി പറയാൻ വേണ്ടി വന്നതാ. സോറി, ഞാൻ പോവാ. ആ ശരി, ഓക്കെ. താൻ ആ വഴിക്കല്ലേ വരുന്നോ? അതിനുശേഷം ഞാൻ അവളെ ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചു മാഡം. The number you are trying to call is currently not reachable. Please try again later. പിന്നീട് പലവട്ടം ഞാൻ ശ്രമിച്ചു. അവളെ എനിക്ക് കാണാനോ മിണ്ടാനോ പറ്റിയിട്ടില്ല. കഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് തന്നെ മാഡം ഞാൻ അവളെ സ്നേഹിച്ചത്. പക്ഷേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൈവിട്ട സമയത്താണ് അവൾ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. പിന്നെ എല്ലാം എനിക്ക് അവളായിരുന്നു. എന്നാൽ എല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് അവളെ എനിക്ക് നഷ്ടമായത്. ജീവിതം തന്നെ എനിക്കങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്നു മാഡം. ജിതിൻ, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? മറന്നേ പറ്റുള്ളൂ. ജീവിതം മുമ്പോട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരാളെയോ ഒരു കാര്യത്തെയോ മാത്രം ആശ്രയിച്ചല്ല ജീവിക്കേണ്ടത്. ജീവിതം മുമ്പോട്ട് പോകണം. എറിഞ്ഞു കളയാനുള്ളതല്ല ജീവിതം. നീ ഒന്ന് നല്ല ബുദ്ധിയോടെ ആലോചിച്ചു നോക്ക്. നീ ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആലോചിച്ചു നോക്ക്. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. മുമ്പോട്ടാണ് പോകേണ്ടത് കുഞ്ഞെ. ഇതിന് ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നല്ല സ്ഥാപനം നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു കുറേയധികം ആക്ടിവിറ്റീസ് ഉള്ള ഒരു കൺസൾട്ടൻസിയാണ് നടത്തുന്നത്. അവിടെ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞു ഓഫീസ്. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ എടുത്തുകൊണ്ട് വരാം. ചിലപ്പോൾ നിനക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടെന്ന് വരും. ഒക്കെ മറക്കും. ഇവിടെ ഇരിക്കും, ഞാൻ എടുത്തിട്ട് വരാം നമ്പർ.
ഫാമിലി വിസയിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുവോ? എന്തു പറ്റിയടാ? ഇല്ലടാ പോകുന്നില്ല, അവള് പോയി. പോയോ? എവിടെ പോയി? ഇല്ലടാ അവള് പോയി, എല്ലാം പോയടാ. ഡേയ്, നമ്മുടെ ലൈഫിൽ ഇത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. രസപ്പാവല്ലേ? ലൈഫിന് മുമ്പോട്ടുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 10-20 കൊല്ലമല്ലാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. സങ്കടമായാലും വിഷമവും ദേഷ്യവും എല്ലാം നമ്മളോട് വെച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വെച്ച് തുടങ്ങിയ പ്രശ്നങ്ങളല്ല ഇവിടെ വെച്ച് തന്നെ തീരണം. അതുകൊണ്ട് നിൻ്റെ മനസ്സിലാണുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയും. കരയോ? കര. ചിരിക്കുന്നേ ചിരിക്ക്. വിഷമം വരുവാണെങ്കിൽ വിഷമിക്ക്. നമ്മൾ രണ്ട് മാത്രം സ്പേസിലുള്ളൂ, വേറെ ആരും ഇല്ല. ഇത് നമ്മുടെ പ്രൈവറ്റ് സ്പേസാണ്. ഇവിടെ ആരും നിന്നെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നിനക്ക് ഓർമ്മയുണ്ടോ നീ ആ പെണ്ണിന് വേണ്ടി ചാവാനൊക്കെ പോയത്? ഇല്ലടാ അതൊക്കെ ഞാൻ വിട്ട്, ആ കേസൊക്കെ വിട്ട്. നിന്റെ പൈസ അടിച്ചോണ്ട് പോയതാരാ? ആർക്കറിയാം. അതുകൊണ്ട് നീ ഒരു പാഠം പഠിച്ചു.